നഗരത്തിലെ തിരക്കിൽ നിന്നും ഈ പ്രകൃതി രമണീയമായ സ്ഥലത്ത് വന്നപ്പോൾ മനസ്സിന് വല്ലാത്തൊരു കുളിർമ. എന്ത് ഭംഗിയാ ഇവിടെയൊക്കെ കാണാൻ, എന്ത് രസമാ ഇങ്ങനെ ഇവിടെ നിൽക്കാൻ. ഒരു കഥ എഴുതാനൊക്കെയുള്ള മൂഡ് തോന്നുന്നു. ആ, ഒരു പേപ്പറും പേനയും ഉണ്ടായിരുന്നെങ്കിൽ ഒരു കഥ അങ്ങ് കാച്ചാമായിരുന്നു. റീതു, റീതു, നീ ഇതെവിടെയാ? ഇങ്ങനെ അവിടെ എങ്ങാനും കളഞ്ഞിട്ട് വന്നാ മതിയായിരുന്നു. ഒരിടത്ത് നിൽക്കാൻ സമ്മതിക്കത്തില്ല. ഒരു മിനിറ്റ് ഒന്ന് സമാധാനത്തോടെ എവിടെയെങ്കിലും നിന്ന് അപ്പ തുടങ്ങും റീത്തു റീത്തു റീത്തു. എന്തുവാടി നിന്ന് പെറുപിറുക്കുന്നേ? ഓ, ഒന്നുമില്ല. ആവശ്യമില്ലാത്ത ചില സാധനങ്ങളൊക്കെ അവിടെ കളഞ്ഞിട്ട് വന്നാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞതാ. കുറച്ച് സമാധാനം കിട്ടിയേനേന്ന്. ആവശ്യമില്ലാത്ത എന്ത് സാധനമാ നീ ഇപ്പൊ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? നിങ്ങളെ തന്നെ, അല്ലാതെ പിന്നെന്താ? നിങ്ങളെ എല്ലാം കൂടെ പറക്കി കെട്ടി ഇങ്ങോട്ട് കൊണ്ടുവന്ന് എന്നെ വേണം തല്ലാൻ. അല്ല, എനിക്കിത് വേണം. തങ്ങളും പോയി ഇരിക്കാം. വല്ല ചായ വെള്ളം കിട്ടുമോന്ന് നോക്കാം. അല്ലാതെ എന്ത് പറയാനാ? കുത്തിയിരിക്കാനായിരുന്നെങ്കിൽ വീട്ടിലെങ്ങാനും ഇരുന്നാൽ പോരായിരുന്നു. എല്ലാവരും കൂടെ പറക്കി കെട്ടി എന്തിനാ ഇങ്ങോട്ട് വന്നത്? എന്റെ കൊച്ചെ, നമ്മൾ ഇന്നലെ രാത്രിയിൽ ഇങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ. നമുക്ക് പോകാം. ചൂടെ നേരം വെളുത്തോട്ടെ. ആഹാ, എവിടെ പോകുന്ന കാര്യമാണ് നിങ്ങൾ പറയുന്നത്? എവിടെ വേണേലും പൊയ്ക്കോ, പക്ഷെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോയാൽ മതി കേട്ടോ. അതല്ല ആൻറ്റി, ഞങ്ങളൊന്ന് പുറത്തോട്ട് പോകാനായിരുന്നു, ഇവിടെയൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണെങ്കിൽ ഇവനെ കൂടെ കൂട്ടിക്കോ. ഇവനാണ് എൻ്റെ മോൻ ചന്തു. ഇവൻ ഇവിടത്തെക്കുറിച്ച് എല്ലാം അറിയാം. ഇവൻ നിങ്ങളെല്ലായിടവും കൊണ്ട് കാണിക്കും കേട്ടോ. ശരി ആൻറ്റി. എങ്കിൽ എല്ലാവരും വാ, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞിട്ട് പുറത്തോട്ട് പോയാൽ മതി. ഹായ്, നല്ല രസമുണ്ടത് കാണാൻ. അങ്ങോട്ട് നോക്കിക്കേ, അവിടെ ഒരു വെള്ളച്ചാട്ടം. അങ്ങോട്ടൊന്നും പോകണ്ട, അറിയത്തില്ല. അവിടെ എങ്ങനെ പോയി കാല് വല്ലതും തെറ്റി വെള്ളത്തിൽ വീണുണ്ടല്ലോ, നീ അവിടെ കിടക്കും. ഞാൻ സൂക്ഷിച്ചോളാം. ഞാനത് പോയി നോക്കിയേച്ചും വരാം. നിങ്ങൾ ഇവിടെ നിൽക്കും. ഹായ്, നല്ല രസമുണ്ട് കാണാന്. റിയ, ഇങ്ങോട്ട് വരാനാ പറഞ്ഞത്. റിയ ചേച്ചി, ഇനി പോരവിടുന്ന്. ഓക്കെ ഓക്കെ, ഞാൻ വരുവാ. ബഹളം വെക്കണ്ട ആരും. ഇവളെയും കൊണ്ട് വലിയ ബുദ്ധിമുട്ടായിട്ട് വന്നിരിക്കുക. കുളിക്കുവോ അതുമില്ല, പക്ഷെ വെള്ളം കണ്ടാൽ വല്ലാത്തൊരു ആക്രാന്തമാണ്. ആടാ പറഞ്ഞ ഞാൻ കുളിക്കത്തില്ലെന്ന്? ഞാൻ കുളിക്കാറൊക്കെ ഉണ്ട്. ഞാൻ എന്നും കുളിച്ചല്ലോ. ആ, അതെ അതെ, കുളിക്കാറൊക്കെ ഉണ്ട്. പക്ഷെ അടുത്തോട്ട് വരാൻ പറ്റത്തില്ലെന്നേ ഉള്ളൂ, നാറ്റം കാരണം. ഹായ്, നല്ല രസമുണ്ട് ആ വീട് കാണാൻ. നമുക്ക് അവിടേക്ക് പോയാലോ? വേണ്ട, അങ്ങോട്ടൊന്നും പോവേണ്ട. അവിടെ 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 പ്രേതങ്ങളുണ്ട്. വേണ്ട, അങ്ങോട്ട് പോവണ്ട. പറയുന്നത് കേൾക്ക്. അങ്ങോട്ടൊന്നും പോവേണ്ട. നമുക്ക് എത്രയും പെട്ടെന്ന് തിരിച്ചു പോകാം. ബാ. നീ ഒന്ന് ചുമ്മാതിരുന്നേ. പ്രേതങ്ങൾ അങ്ങനെയൊന്നുമില്ല, അതൊക്കെ സിനിമയിൽ മാത്രമേ ഉള്ളൂ. ഇല്ല, എൻ്റെ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ, ആ വീടിനകത്ത് പ്രേതമുണ്ട്, അങ്ങോട്ടാരും പോകരുതെന്ന്. രാത്രിയിലൊക്കെ അവിടെ നിലവിളിയും ഒച്ചയും ഒക്കെ കേൾക്കാറുണ്ട്. ചന്തു കണ്ടിട്ടുണ്ടോ പ്രേതത്തെ എന്ന് വരെ? ഇല്ല, ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇതൊക്കെ നമ്മളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് പേരൻസ് പറയുന്ന ഓരോ ചെറിയ ചെറിയ കള്ളങ്ങളാണ്. പ്രേതങ്ങളും ഭൂതങ്ങളും ഒന്നുമില്ല. ഇതൊക്കെ സിനിമയിലും കഥകളും മാത്രമേ ഉള്ളൂ. ചിലപ്പോൾ ആ വീടിനകത്ത് എന്തെങ്കിലുമൊക്കെ നിധികൾ കാണും. അതാരും എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പണ്ടുള്ളവർ പറഞ്ഞു ചെറിയ ചെറിയ കഥകളാണിതൊക്കെ. എന്നാലും നമുക്ക് പോകണോ അങ്ങോട്ട്? എന്തായാലും നമ്മൾ ഇവിടെ വരെ വന്നു. ആ സ്ഥിതിക്ക് നമുക്ക് ആ വീടിനകത്തുനിന്ന് കയറി നോക്കിയിട്ട് പോകാം. ബാക്കിയൊക്കെ വരുന്നിടത്ത് വെച്ച് കാണാം. എന്നാ ശരി, ഞാനും വരാം. അല്ലാതിപ്പോൾ എന്ത് ചെയ്യാനാ? നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.